അപ്പോൾ ഐറ്റം നമ്പർ 3 കൺമക്ഷി. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഗാനിക്കായിട്ട് കൺമക്ഷി എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഇവിടെ തുളസിയില, പനിക്കൂർക്ക, കയ്യോന്നി ഇത് മൂന്നും നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരു പൊടിയോ ഒരു ചെളിയോ ഒന്നും പാടില്ല, കാരണം നമ്മൾ കണ്ണിൽ എഴുതേണ്ടതാണ്. എടുക്കുന്ന സാധനങ്ങളെല്ലാം അത്ര വൃത്തിയോടെ വേണം എടുക്കാൻ. അപ്പോൾ ഇത് കഴുകിയല്ല ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് അരിച്ച് അതിൻ്റെ നീരെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കൺമക്ഷിയുടെ മരുന്ന്. ഇനി നമ്മളൊരു കോട്ടൺ തുണി എടുത്ത് കഴുകി ഉണക്കിയ കോട്ടൺ തുണി ആയിരിക്കണം. ഈ തുണി ഈ നീരിൽ മുക്കി ഉണങ്ങാനിടണം. ഉണങ്ങാനിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെയിലത്ത് വെച്ച് ഒരിക്കലും ഉണക്കരുത്. തണലത്ത് തന്നെ വെച്ചിട്ട് ഈ തുണിയെ നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഈ ഒരു പ്രോസസ്സ് 2-3 വട്ടം ചെയ്തിട്ട് ആ തുണിയെ നന്നായിട്ട് ഉണക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ തിരി പോലെ തുണി കീറിയെടുത്തിട്ട് നമ്മുടെ വിളക്കിനകത്ത് കുറച്ച് നെയ്യും കുറച്ച് ആവണക്കെണ്ണയും ഒഴിച്ചിട്ട് കത്തിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഗ്ലാസ് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് ഒരു പ്ലേറ്റ് കമത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കരി ഫുള്ള് അതിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കരി എന്ന് പറയുന്നത് കൺമക്ഷിയുടെ. ഇതിനെ നമ്മൾ ഒരു ടിന്നിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് അഞ്ചനക്കല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് നെയ്യും കുറച്ച് ആവണക്കെണ്ണയും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എടുക്കുന്ന പൊടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ആ പാകത്തിന്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺമക്ഷിയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നല്ല അടിപൊളി കറുത്ത കളറിൽ നമ്മുടെ സ്വന്തം ഓർഗാനിക് കാജൽ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.